ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് 2025 ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ടാണ്. നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ഹൗ ടു ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതല്ല ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തന്നെ ഒരു വീഡിയോ ആണ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് വേണം. അതേപോലെ തന്നെ ജിമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 18 വയസ്സിന് മുകളിൽ നമ്മളുടെ ഏജ് കൊടുക്കാൻ നോക്കുക. ഓക്കെ, കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ നോക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാറ്റാനൊക്കെ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ 18 വയസ്സിൻ്റെ മുകളിൽ കൊടുക്കുക ഏജ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകാരപ്പെടുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, തമ്പനയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതേപോലത്തെ കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇൻ്റർഫേസ് തുറന്നാൽ, നമ്മുടെ ഹോം പേജ് തുറന്നാൽ നമുക്കിവിടെ അടിയിൽ കുറേ ഓപ്ഷൻസ് കാണാം. ഹോം, ഷോർട്സ്, പിന്നെ ഒരു പ്ലസ് ഐക്കൺ, പിന്നെ സബ്സ്ക്രിപ്ഷൻ, പിന്നെ യു എന്നിട്ടുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ഒരു യു എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഒരു പി എന്നിട്ടുള്ളൊരു പിക്ചർ ഉണ്ടോ, ഇതെൻ്റെ ജിമെയിൽ അക്കൗണ്ട് പി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഒരു സ്പെല്ലിങ് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏതാണ് ജിമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഈ ഒരു യു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലീസ് സബ്സ്ക്രൈബ് എന്നാണ് ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് നെയിം കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചാനൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ വരിക. ഇവിടെയാണ് നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ലോഗോ, ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നെയിം ഇപ്പോൾ ഞാൻ പ്ലീസ് സബ്സ്ക്രൈബ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡിൽ എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് നെയിം കൊടുക്കാൻ പറ്റുന്നതാണ്. ഷോർട്സ് ഒക്കെ കാണുമ്പോൾ ഈ ഒരു നെയിമാണ് കാണിക്കുക. ഓക്കെ, നമ്മൾ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ അവിടെ അധികം കാണാം പ്ലീസ് സബ്സ്ക്രൈബ് എന്നിട്ട് കാണാം. എൻ്റെ ഷോർട്സ് കാണുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. മറ്റേതെങ്കിലും ഷോർട്സ് കാണുമ്പോൾ അവരുടെ നെയിം ആയിരിക്കും കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ ചേഞ്ചിങ് കളൊക്കെ വരുത്താം. ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോഗോ ചേഞ്ച് ചെയ്യാണ്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ വരും. ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പോസ്റ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്രിയേറ്റ് എ ചാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഒന്നും കൂടി നമുക്ക് ഈ ഒരു യു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലീസ് സബ്സ്ക്രൈബ് കാണാം. ഇവിടെ ലോഗും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അതില്ലെങ്കിൽ ഈ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത്രയും സിമ്പിളാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ യൂട്യൂബ് ടിപ്സും എങ്ങനെ പെട്ടെന്ന് യൂട്യൂബിൽ വൈറലാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഡെയിലി നല്ല നല്ല കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. യൂട്യൂബിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സക്സസ് ആവാം, എങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്താൽ നല്ല വ്യൂസ് കിട്ടും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഈ ഒരു വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.